കഥയാരംഭിക്കുന്നത് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടെയാണ്. ടിവിയിൽ അതിന്റെ ദൃശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. കഥയവിടെ നിന്നും ജർമ്മനിയിലേക്ക് പോവുകയാണ്. ജർമ്മനിയിൽ ഒരാൾ തന്റെ വീട്ടിലേക്ക് വന്നു കയറുകയായിരുന്നു. അലി അമീർ എന്നാണ് അയാളുടെ പേര്. ആളൊരു ഇറാഖി പൗരനായിരുന്നു. ഇപ്പോൾ ജർമ്മനിയിൽ താമസിക്കുന്നു. അലി പതിവ് പോലെ തന്റെ പ്രാർത്ഥനയിലേക്ക് കടന്നു. പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്ന് ഒരാൾ അലിയെ ആക്രമിച്ചത്. അലിയുടെ തലയിലൂടെ ഒരു കവറിട്ട് മൂടി അവനെ ബന്ദിയാക്കി അയാൾ തട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി. അലി പിന്നാലെ ഒരു സംഘത്തിനൊപ്പം എത്തിക്കപ്പെട്ടിരുന്നു. തടവ് പുള്ളിയുടെ വേഷം അലി അണിയിക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴും കാവലായി നിരവധി പട്ടാളക്കാരുമുണ്ട്. അലി അവിടെ നിന്ന് കൊണ്ടുപോകപ്പെട്ടത് ക്യൂബയിലുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ജയിലിലേക്കായിരുന്നു. എല്ലാവരും ഭീതിയോടെ കാണുകയും കേൾക്കുകയും അവിടുത്തെ ക്രൂരമായ ഓരോ രീതികളും പറഞ്ഞു കേൾക്കുകയും ചെയ്തിരുന്ന ഗ്വാണ്ടനാമോ ബേ ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് അമേരിക്കൻ നേവിയുടെ കീഴിലുള്ള ക്യൂബയിൽ വർക്ക് ചെയ്യുന്ന ക്യാമ്പ് ഡെൽറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും ക്രൂരന്മാരായ ജയിൽ പുള്ളികളെ താമസിപ്പിക്കുന്ന ഒരു ജയിലായിരുന്നു അത്. അവിടുത്തെ ജയിൽ പുള്ളികൾക്കുമേൽ ക്രൂരമായ നടപടികളാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അലിയും അലിയുടെ കൂടെയുണ്ടായിരുന്ന മറ്റുള്ള തടവുപുള്ളികളും അവിടെ ചെറിയ ഇരുമ്പുകൂടുകളിൽ അടയ്ക്കപ്പെട്ടു. നിവർന്നു നിൽക്കാൻ പോലും പറ്റാതെ ഒതുങ്ങിക്കൂടി കഴിയേണ്ടുന്ന ആ കൂടിനുള്ളിൽ അലി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആ തടവുപുള്ളികൾ അരുതാത്തതെന്തെങ്കിലും പ്രവർത്തിക്കാതിരിക്കുവാൻ എപ്പോഴും കാവലായി പട്ടാളക്കാരും അവർക്ക് ചുറ്റിലുമുണ്ടാകും. പിന്നീട് 8 കൊല്ലക്കാലത്തിനു ശേഷം ഗ്വാണ്ടനാമോ ജയിലിലേക്ക് പുതിയ അധികാരികൾ എത്തിച്ചേരുകയായിരുന്നു. ആ കൂട്ടത്തിൽ എമികോൾ എന്ന പേരുള്ള ഒരു പട്ടാളക്കാരിയുമുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് പ്രൈവറ്റായ എമികോളിന്റെ ജയിലിലെ ആദ്യത്തെ സേവനമാണത്. സുഹൃത്തുക്കളെയും കുടുംബത്തെയും വിട്ട് അമേരിക്കയിൽ നിന്നും ക്യൂബയിലെ ജയിലിലേക്ക് സേവനത്തിനായി എത്തിയതായിരുന്നു അവൾ. മാർച്ച് ചെയ്ത് പുതിയ അധികാരികൾ ഗാർഡുകൾ ജയിലിനകത്തേക്ക് കയറുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ജയിലറകളിൽ നിന്നും പ്രിസണേഴ്സ് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ അവരുടെ ക്രൂരമായ തടവറ ജീവിതത്തിനും അവർക്ക് കിട്ടാത്ത മനുഷ്യാവകാശങ്ങളെപ്പറ്റിയും പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധമത്രയും. പിന്നാലെ അവിടുത്തെ സീനിയർ ഓഫീസറുടെ മുമ്പിലേക്ക് പുതുതായി എത്തിയ പട്ടാളക്കാർ നിരന്നു നിന്നു. ആ ജയിലിന്റെ മോണിറ്ററിംഗ് സിസ്റ്റത്തെപ്പറ്റി പ്രധാന ഓഫീസർ പുതിയ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. 12 മണിക്കൂർ നേരമായിരിക്കും ആ ഓഫീസേഴ്സിന്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുക. തടവുപുള്ളികളെ നിരീക്ഷിക്കുക എന്നതാണ് അവരുടെ പ്രധാന ജോലി. അതിലും അവർ പ്രധാനമായി നോക്കേണ്ടത് തടവുപുള്ളികൾ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുറപ്പുവരുത്തലാണ്. തടവുപുള്ളികൾ ജയില് ചാടുന്നുണ്ടോ, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊന്നും അവർ കാര്യമായി ശ്രദ്ധിക്കേണ്ടതേയില്ല. ഈ ജയിലിൽ നിന്നും ആർക്കും രക്ഷപ്പെട്ടു പോവാൻ പറ്റില്ല. അത്രമേൽ വലിയ വാളുകളാണ് ഈ ജയിലിനുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തടവുപുള്ളികളുമായി ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ആരും ഏർപ്പെട്ടു പോവരുത്. അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ സമയം ഒരു പട്ടാളക്കാരൻ ചോദിച്ചു, തടവുപുള്ളികളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റണമെങ്കിൽ എന്തു ചെയ്യും? ഉടൻ വന്നു ഓഫീസറുടെ മറുപടി, സാധാരണ തടവുപുള്ളികൾക്ക് ഓരോരോ അവകാശങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ കഴിയുന്ന ഈ തടവുപുള്ളികളുണ്ടല്ലോ, ഇവർക്ക് യാതൊരുവിധ മനുഷ്യാവകാശവും കൽപ്പിച്ച് നൽകപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് എത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും അവരെ ഡീല് ചെയ്യാം. ആരും അത് ചോദിക്കുകയേയില്ല. പിന്നാലെ പുതിയ സംഘത്തിന് ജയിലിലെ ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഓഫീസർ കാണിച്ചു കൊടുത്തു. കൺട്രോൾ റൂമും സ്പെഷ്യൽ കമാൻഡ് റൂമും വെപ്പൺസ് റൂമും ഏറ്റവും ഒടുവിലായി സോൾജേഴ്സിന്റെ റെസ്റ്റ് റൂമും നിരനിരയായി ഓഫീസർ അവരെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ വൈകാതെ പുതിയ സംഘം ജോലി ഏറ്റെടുത്തു. എമികോളിന് ആദ്യം കിട്ടിയ റോള് ഇനീഷ്യൽ റിയാക്ഷൻ ഫോഴ്സിന്റെ ഭാഗമാകുക എന്നതായിരുന്നു. IRF എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു അത്. അതായത് പ്രിസണേഴ്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അവരെ കീഴ്പ്പെടുത്തുന്ന, പിടികൂടി ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന തന്ത്രപ്രധാന വിഭാഗമായിരുന്നു അത്. അന്നൊരു പ്രിസണർ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഹാജി എന്നാണ് എല്ലാവരും അയാൾ വിളിക്കുന്നത്. ആ തടവുപുള്ളി കുറച്ച് ഡേഞ്ചറസ് ആയ വ്യക്തിയായതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ബോഡി പാർട്ട് കൊടുത്ത് അത് കീഴ്പ്പെടുത്തണം എന്ന തരത്തിൽ നിർദ്ദേശം കൊടുത്തിരുന്നു. എമികോളിനോട് അയാളുടെ കൈകൾ പിടിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത്. സംഘം ഹാജിയുടെ സെല്ലിലേക്ക് എത്തി. പക്ഷേ അവിടെ എത്തിയതും കോൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഹാജിയുടെ വലത് കൈ അവൾ പിടിച്ച് ബന്ദിയാക്കണം. പക്ഷെ അതിനവൾക്ക് സാധിക്കുന്നില്ല. ഹാജിയുടെ വലം കൈ ഫ്രീ ആയതും ഹാജി അതുപയോഗിച്ച് അവളെ ആക്രമിച്ചു. അവളുടെ ശരീരത്തിൽ അത് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മറ്റ് സോൾജേഴ്സ് ചേർന്ന് ഹാജിയെ ബന്ദിയാക്കിയിരുന്നു. പിന്നെ അയാളെ ആ സെല്ലിൽ നിന്ന് ഡിറ്റൻഷൻ സെന്ററിലേക്ക് അവർ കൊണ്ടുപോകാൻ ആരംഭിച്ചു. പുറത്തേക്കിറങ്ങിയ ഹാജി അവിടെ നിൽക്കുകയായിരുന്ന കോളിന്റെ മുഖത്തേക്ക് തുപ്പി. എന്തായാലും അവളുടെ ആദ്യത്തെ മിഷൻ അതോടെ പൂർണ്ണമായി. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ റൂമിലേക്ക് മടങ്ങുമ്പോൾ ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള മറ്റ് പട്ടാളക്കാരൊക്കെ നടന്ന സംഭവത്തിന്റെ പേരിൽ അവളെ കളിയാക്കി ചിരിക്കാൻ മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. എമികോൾ പ്രതികരിച്ചു.
പ്രതികരിച്ചതേയില്ല. അന്ന് റൂമിലെത്തി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവൾ അമ്മയെ വിളിച്ച് സംസാരിച്ചു. അവിടുത്തെ ബുദ്ധിമുട്ടുകളെപ്പറ്റിയും ജോലിയിലുണ്ടായ കാര്യവുമൊക്കെ അവൾ അമ്മയോട് വിശദമായി പറഞ്ഞു. അവളുടെ അവിടുത്തെ ഒറ്റപ്പെടലിനും മറ്റും പരിഹാരമായി കൂട്ടത്തിലുള്ള ആരെയെങ്കിലും ഡേറ്റ് ചെയ്യാനും പ്രണയിക്കാനും അമ്മ അവളെ ഉപദേശിച്ചെങ്കിലും അതിനൊന്നും അവൾ തയ്യാറായിരുന്നില്ല. അടുത്ത ദിവസം കോളിന് മറ്റൊരു ജോലിയായിരുന്നു കിട്ടിയത്. ഓരോ തടവ് പുള്ളികൾക്കും പുസ്തകം വിതരണം ചെയ്യണം. അവൾ അങ്ങനെ പുസ്തകവുമായി ഓരോ ജയിലറയ്ക്കും മുമ്പിലേക്ക് എത്തി തുടങ്ങി. അങ്ങനെ അവൾ 471 നമ്പർ തടവ് മുറിക്ക് മുമ്പിലെത്തി. അവിടെയായിരുന്നു അലി എന്ന തടവ് പുള്ളി ബന്ദിയാക്കപ്പെട്ടിരുന്നത്. അലി അവളോട് ഹാരി പോട്ടറിന്റെ ബുക്ക് തരാൻ ആവശ്യപ്പെട്ടു. അവൾ അതിൽ നോക്കി അതിൽ നിന്നും ഹാരി പോട്ടർ ബുക്ക് എടുത്ത് അവന് കൊടുത്തു. ഈ ബുക്കല്ല തനിക്ക് വേണ്ടതെന്നും ഇത് 6ാമത്തെ അധ്യായമാണെന്നും തനിക്ക് വേണ്ടത് 7ാമത്തെ പാർട്ടാണ് എന്നും അലി അവൾക്കരികിൽ പറഞ്ഞു. അവൾ ആ ബുക്കിനായി നോക്കിയെങ്കിലും അതെവിടെയും കണ്ടുകിട്ടിയില്ല. അലി അവളോട് സംസാരിച്ചു. 2 കൊല്ലമായി ഹാരി പോട്ടറിന്റെ അവസാന അധ്യായത്തിന് താൻ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ 7ാമത്തെ പാർട്ട് ആരും എനിക്കിതുവരെ എത്തിച്ചു തന്നിട്ടില്ല. കോളിന് വല്ലായ്മ തോന്നി. പിന്നാലെ അതല്ലെങ്കിൽ അത് വേണ്ട, മറ്റൊരു ബുക്ക് താ എന്നലി അവളോട് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും അവിടുത്തെ ചീഫ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് വന്നു. ഇത്രയും സമയമൊന്നും പ്രസിഡന്ററോട് സംസാരിക്കരുതെന്നും ഇവിടെ നിന്ന് പൊക്കോളൂ എന്നും അയാൾ അവൾക്കരികിൽ പറഞ്ഞു. അടുത്ത ദിവസം അവൾക്ക് ഗാർഡ് ഡ്യൂട്ടിയായിരുന്നു. അലിയുടെ സെല്ലുള്ള ഭാഗത്തായിരുന്നു ഗാർഡായി അവൾ ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരുന്നത്. അന്ന് അലി അവൾക്കരികിൽ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അലിയുടെ ശ്രമങ്ങളെ അവൾ നിരാകരിച്ചു. നമുക്ക് തമ്മിൽ സംസാരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്നായിരുന്നു അവൾ അലിയോട് പറഞ്ഞത്. അവളെ പ്രൊവോക്ക് ചെയ്യാനും ദേഷ്യം പിടിപ്പിക്കാനുമൊക്കെ അലി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ദേഷ്യം വന്നി അവൾ അലിയോടും മിണ്ടാതിരിക്കാൻ വേണ്ടി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് വെള്ളം വേണം എന്നായി അതോടെ അലിയുടെ ആവശ്യം. അവൾ പോയി വെള്ളം എടുത്തുകൊണ്ടുവന്ന് അലിക്ക് കൊടുത്തു. പക്ഷെ അവൾ വെള്ളം കൊടുത്തതും അലി അവിടെ ഛർദ്ദിച്ചു വെച്ചിരുന്ന ഛർദിയെടുത്ത് അവളുടെ ദേഹത്തെ കുഴിച്ചു. അധികം വൈകിയില്ല. IRF സംഘം ആ സെല്ലിലേക്ക് പാഞ്ഞെത്തുകയാണ്. അലിയെ അവർ പിടികൂടി. ആദ്യഘട്ടത്തിൽ അവർ അലിക്കുമേൽ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. കുറച്ചു സമയം പിന്നിട്ടതും കോൾ അവിടെ നിന്നു മാറി തന്റെ വസ്ത്രം വൃത്തിയാക്കാൻ അടുത്തുള്ള റെസ്റ്റ് റൂമിലേക്ക് പോയി. അധികം വൈകാതെ അടുത്ത ദിവസം ഡ്യൂട്ടിക്കെത്തിയപ്പോൾ കോൾ ഒരു കാര്യം അറിഞ്ഞു. കോളിനുമേലുള്ള ആക്രമണത്തിൽ അലിക്ക് ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഫ്രീക്വന്റ് ഫ്ലയർ പ്രോഗ്രാമാണ് അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഓരോ 2 മണിക്കൂറിലും അലിയെ സെല്ല് മാറ്റിക്കൊണ്ടിരിക്കും. അത് കൃത്യമായി പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ശിക്ഷ മാത്രമായിരുന്നു. സ്വസ്ഥമായി ഉറങ്ങാൻ ഒരു തടവുപുള്ളിയെ സമ്മതിക്കാതിരിക്കുക. സെല്ലുകൾ ഇങ്ങനെ 2 മണിക്കൂർ മാറ്റപ്പെടുമ്പോൾ അവർ അവശതയിലാകും. അന്നത്തെ ജോലി കഴിഞ്ഞപ്പോൾ തന്റെ സഹപ്രവർത്തകർക്കൊപ്പം കോള് പുറത്തുപോയി. ബീച്ചിൽ ചൂണ്ടയിട്ടും മറ്റും ആഘോഷിച്ചു. അടുത്ത ദിവസം വീണ്ടും അവൾ ജോലിക്കെത്തുകയാണ്. അലിയുടെ സെല്ലിൽ കടന്നവൾ പരിശോധിച്ചു. അവിടെ നിന്നും പാംഫ്ലെറ്റുകൾ അവൾക്ക് കിടന്നു കിട്ടുകയാണ്. അലി ഒരു മികച്ച ആർട്ടിസ്റ്റാണ് എന്നത് കണ്ടപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു. ആത്മഹത്യാ പ്രവണത പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു അത്. ശിക്ഷയുടെ ഭാഗമായി അലിയെ സെല്ലിൽ നിന്ന് സെല്ലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവൾ തന്റെ കൺമുമ്പിൽ കണ്ടു. ഉറങ്ങാൻ പറ്റാത്ത അലി വല്ലാതെ ടയേർഡായി കാണപ്പെട്ടിരുന്നു. അങ്ങനെ അലിയെ കണ്ടപ്പോൾ അലിയെ ഓർത്ത് അവൾക്ക് സഹതാപം തോന്നി. പിന്നെയാണ് അലിയുടെ ഫയലെടുത്ത് അവൾ പരിശോധിക്കുന്നത്. ക്രൂരമായ രീതിയിൽ അലി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോട്ടോസിലൂടെ അടക്കം അവൾ മനസ്സിലാക്കി. മാത്രമല്ല ഏറ്റവും കൂടുതൽ സൈക്യാട്രിസ്റ്റുകൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു തടവ് പുള്ളിയും അലിയാണ്. പലപ്പോഴും ആത്മഹത്യാ പ്രവണത അലി കാണിച്ചിരുന്നു. അങ്ങനെ ഒടുവിൽ ശിക്ഷ അവസാനിച്ച് അലി തന്റെ സെല്ലിലേക്ക് തന്നെ മടങ്ങിയെത്തി. അന്ന് കോൾ അവിടെ ഡ്യൂട്ടിക്കെത്തിയപ്പോൾ അലി ഒരു പേപ്പറിൽ എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോൾ അതിനെപ്പറ്റി ചോദിച്ചു. ജയിലിലെ എല്ലാ ബുക്കുകളും താൻ വായിച്ചു കഴിഞ്ഞെന്നും കുറച്ച് ആശ്വാസത്തിന് താൻ ഒരു കാർഡ് ഗെയിം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുമായിരുന്നു അലിയുടെ മറുപടി. പിന്നാലെ അന്നത്തെ ദേഷ്യത്തിൽ അവളോട് ചെയ്ത പ്രവൃത്തിക്ക് അലി ക്ഷമ ചോദിച്ചു. മറ്റുള്ള തടവ് പുള്ളികളെ പോലായിരുന്നില്ല അലി. അവന്റെ വാക്കുകളിൽ എപ്പോഴും ഒരു മര്യാദയുണ്ടായിരുന്നു. സംസാരിക്കുന്ന കൂട്ടത്തിൽ അലി ഒരു കാര്യം കൂടി പറഞ്ഞു. അമേരിക്കക്കാർ തങ്ങൾ നല്ല മനുഷ്യരാണ് എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ കഷ്ടപ്പെടുകയാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവർ അത്ര നല്ലവരൊന്നുമല്ല. അതവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അലിയോട് മിണ്ടിപ്പോവരുത് എന്ന തരത്തിൽ അവൾ പറഞ്ഞു. അലി പറഞ്ഞ ബുക്ക് താൻ തിരഞ്ഞെന്നും അത് കിട്ടിയില്ല എന്നുകൂടി കോൾ അവനെ അറിയിച്ചു. പിന്നീട് 8 മാസക്കാലം കടന്നുപോയി. കോള് ജയിലിലെ എല്ലാവരുമായി ഇടപഴകി കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നു. ഇതിനിടയിൽ അലിയും കോളും തമ്മിൽ ഒരു സൗഹൃദവും ഉടലെടുത്തു കഴിഞ്ഞു. ആ ഒരു സമയത്താണ് തടവുപുള്ളികൾ ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. അവർ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. തങ്ങൾക്ക് ജയിലിൽ ഒരു ഫിറ്റ്നസ് മെഷീൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അവരുടെ സമരം. എന്തായാലും കോളും സംഘങ്ങളും വാർഡനെ വിവരമറിയിച്ചു. വാർഡൻ അത്തരത്തിലൊരു മെഷീൻ കൊണ്ടുവരാൻ ഏർപ്പാട്
ഏർപ്പാടാക്കി. പക്ഷേ തടവുപുള്ളികൾക്ക് മെഷീൻ ഉപയോഗിക്കാൻ അനുവാദമുണ്ടാവില്ല എന്നൊരു ഉത്തരവും പുറപ്പെടുവിച്ചു. സൈക്കോളജിക്കൽ ടോർച്ചറായിരുന്നു അവിടെയും വാർഡൻ ഉദ്ദേശിച്ചത്. ഒരു ദിവസം തടവറയിൽ കിടന്നുകൊണ്ട് അലി തനിക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോൾ അവിടെത്തി അവനോട് സംസാരിച്ചു. അനുസരണയുള്ള എല്ലാ തടവുപുള്ളികൾക്കും ഇപ്പോൾ ഒന്നിച്ച് ഫുട്ബോൾ കളിക്കാനുള്ള അവസരമുണ്ടല്ലോ, അലിക്കും അത് ചെയ്തുകൂടെ? അലിയും അനുസരണയുള്ള ഒരു തടവുപുള്ളിയായാൽ വാർഡൻ അലിയെയും മറ്റുള്ളവർക്കൊപ്പം കളിക്കാൻ സമ്മതിക്കുമല്ലോ. അലിക്ക് പക്ഷേ അതിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അലിയോട് കോൾ അങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ഒരു ഓഫീസർ കണ്ടിരുന്നു. റാൻസെല്ലായിരുന്നു അത്. തടവുപുള്ളികളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു. പിന്നാലെ വിദഗ്ധമായി അലി കുളിക്കുന്നിടത്തേക്ക് കോളിനെ റാൻസൽ നടത്തി. കോളിനോട് നുണ പറഞ്ഞായിരുന്നു റാൻസൽ അത് ചെയ്തത്. അലി കുളിക്കുന്നത് കോളിനെ നോക്കിക്കാണേണ്ടി വന്നു. അത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ വയലേഷൻ ആയിരുന്നു, പ്രത്യേകിച്ച് അറബിക് സോഷ്യൽ നോംസിന്റേതും. റാൻസൽ നുണ പറഞ്ഞ് മനഃപൂർവ്വം തന്നെ അങ്ങോട്ടേക്ക് നയിക്കുകയായിരുന്നു. തന്നോടുള്ള പകയാണ് റാൻസലിനെ കൊണ്ടത് ചെയ്യിച്ചത് എന്ന് കോള് മനസ്സിലാക്കി. കോള് പിന്നാലെ തന്റെ കമാൻഡിംഗ് ഓഫീസർക്ക് അത് റിപ്പോർട്ട് ചെയ്തു. കേണൽ ജെയിംസ് ആയിരുന്നു അത് അറ്റൻഡ് ചെയ്തത്. പക്ഷേ റാൻസലാകട്ടെ ഒരടിസ്ഥാനവുമില്ലാത്ത കൗണ്ടർ അക്യൂസേഷൻസ് ആയിരുന്നു കോളിന് മേൽ ആരോപിച്ചത്. അതായത് കോളിന് അലിയുമായി ബന്ധമുണ്ട്, അവർ റിലേഷൻഷിപ്പിലാണ് എന്ന മട്ടിലുള്ള കാര്യങ്ങളൊക്കെ. ജെയിംസ് അതിനെപ്പറ്റി കോളിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അലിയോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ കോളിനുണ്ടോ എന്ന് തിരക്കി. കോളിന്റെ കംപ്ലൈന്റ് തള്ളുന്ന രീതിയിലായിരുന്നു കേണൽ സംസാരിച്ചത്. എന്തായാലും റിപ്പോർട്ട് താൻ സബ്മിറ്റ് ചെയ്യുമെന്നും റാൻസലിനും കോളിനുമെതിരെ അന്വേഷണവും ഉണ്ടാകും എന്ന കാര്യം കേണൽ വളരെ വ്യക്തമായി പറഞ്ഞു. പിന്നെയാണ് ഒരു ഓഫീസറിൽ നിന്നും അവിടുത്തെ ഒരു സോൾജർ ജോലി ഭാരം കൊണ്ടും ജോലി ഉണ്ടാക്കുന്ന മനോവേദന കൊണ്ടും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും അവൾ അറിയുന്നത്. നീ ഡീല് ചെയ്യുന്ന പ്രശ്നർ ഉണ്ടല്ലോ, അലിയും മറ്റുള്ളവരും, അവരൊക്കെ സെപ്റ്റംബർ 11 തീവ്രവാദ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചകരാണ്. അവരോടൊന്നും ഒരു ദയ്യം കാട്ടേണ്ട ആവശ്യമില്ല, സോഫ്റ്റ് കോർണറിന്റെയും ആവശ്യമില്ല. ഉടൻ അവള് ചോദിച്ചു, പക്ഷേ അന്നത്തെ ആക്രമണത്തിലുണ്ടായിരുന്നവർ വിമാനത്തിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടവരല്ലേ? അതിന്റെ പിന്നിലുള്ളവരെയും കൊന്നു എന്നല്ലേ പറഞ്ഞത്? അങ്ങനൊന്നുമല്ല, ഇവിടുത്തെ തടവുപുള്ളികൾ ആ ആക്രമണത്തിൽ പങ്കെടുത്തവരാണ് എന്ന തീരുമാനത്തിൽ അവളോട് സംസാരിച്ച സോൾജിയേഴ്സ് ഉറച്ചു നിന്നു. എന്തായാലും നടന്ന സംഭവങ്ങളുടെ പേരിൽ അവളെ നൈറ്റ് ഷിഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. തടവുപുള്ളികളോട് സംസാരിച്ചു എന്ന കുറ്റത്തിന്റെ പുറത്തായിരുന്നു അവൾക്ക് ശിക്ഷയായി നൈറ്റ് ഷിഫ്റ്റ് വിധിച്ചതുപോലും. പിറ്റേന്ന് കോളിനോട് സംസാരിക്കാൻ അലി കാത്തിരുന്നു. പക്ഷേ കോളിനെ കണ്ടതേയില്ല. നൈറ്റ് ഷിഫ്റ്റിൽ കോള് ഡ്യൂട്ടിക്ക് എത്തി. അലി അപ്പോൾ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. കോൾ അവിടെ എത്തി അലിയെ നോക്കുന്നതിന്റെ ഒരു സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞതും അവൻ എഴുന്നേറ്റ് കോളിനോട് സംസാരിക്കാനായി വന്നു. സംസാരിക്കാനൊന്നും നിക്കണ്ട, പോയി ഉറങ്ങിക്കോളൂ എന്നായിരുന്നു കോളിന്റെ മറുപടി. പക്ഷേ അലി പറഞ്ഞു, ഉറക്കമൊന്നും മര്യാദക്ക് വരില്ല, ഇവിടുത്തെ ലൈറ്റ് ഓഫാക്കാറില്ലല്ലോ, പിന്നെങ്ങനെ മര്യാദക്ക് ഉറങ്ങാനാണ്? അപ്പോഴാണ് തടവുപുള്ളികളോട് അവർ ചെയ്യുന്നൊരു ക്രൂരത കോള് മനസ്സിലാക്കുന്നത്. തടവുപുള്ളികൾ മര്യാദക്ക് ഉറങ്ങാതിരിക്കുവാൻ അവിടുത്തെ വളരെ ശക്തിയേറിയ ലൈറ്റ് ഒരിക്കലും ഓഫ് ചെയ്യപ്പെടാറേ ഉണ്ടായിരുന്നില്ല. അലി വീണ്ടും തുടർന്ന് സംസാരിച്ചു, ഞാനൊരു തീവ്രവാദിയൊന്നുമല്ല, ഞാനത് പണ്ടേ പറഞ്ഞതാണ്, ആരും എന്നെ വിശ്വസിച്ചില്ല. ഞാനൊരു ജർമ്മൻകാരനാണ്, ജർമ്മനിയിലാണ് താമസിക്കുന്നത്. ഇറാഖി പശ്ചാത്തലം എനിക്കുണ്ടെന്നേയുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ജർമ്മനിയിൽ പോയിട്ടുണ്ടോ? ഞാൻ എന്റെ രാജ്യം വിട്ട് മറ്റെവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്ക വിട്ട് മറ്റൊരു രാജ്യത്തിപ്പോൾ വന്നിരിക്കുന്നത് തന്നെ. കോൾ ഒരു ജർമ്മൻ വേർഡ് പറഞ്ഞു. പക്ഷെ അതിന്റെ അർത്ഥം പോലും അവൾക്കറിയില്ലെന്നും കൂട്ടിച്ചേർത്തു. അതിരുവരിലും ചെറിയൊരു പുഞ്ചിരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നാലെയാണ് അലി സംസാരിക്കുന്നത്. കോളിന് ഇനി അധികം സമയമില്ലല്ലോ. ഓഗസ്റ്റിൽ നിങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം മാറ്റും. ഓരോ കൊല്ലത്തിലും പുതിയ പുതിയ പട്ടാളക്കാർ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. നിങ്ങൾക്ക് പകരം പുതിയ ഗാർഡുകൾ വന്നു ചേരും. അലിക്ക് ഈ വിവരമൊക്കെ അറിയാം എന്ന കാര്യത്തിൽ കോളിന് അതിശയം തോന്നി. ഒരു മാസം കഴിയുമ്പോൾ താൻ ഇവിടെ നിന്ന് പോവുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ കോളുമൊന്ന് വല്ലാതായിരുന്നു. അലി ചോദിച്ചു, ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു പോയാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഒരുപക്ഷെ ഞാൻ ലോകം കറങ്ങി യാത്ര ചെയ്യുമായിരിക്കും. ചിലപ്പോ ജർമ്മനിയിലും പോകും. പുതിയ ഗാർഡുകൾ വരുന്നത് ഞങ്ങൾക്ക് വലിയ പ്രശ്നം തന്നെയാണ്. പുതുതായി എത്തുന്ന ഗാർഡുകൾ ഞങ്ങളെ മൃഗങ്ങളെപ്പോലെയായിരിക്കും നടത്തുക. ഞങ്ങളെ അവർ മനസ്സിലാക്കുകയേയില്ല, ക്രൂരമായി പെരുമാറും. നിങ്ങളെപ്പോലെ പതിയെങ്കിലും കുറച്ച് അനുകമ്പ കാണിക്കണമെങ്കിൽ അവർക്കൊരുപാട് സമയമെടുക്കും. ഇത്രനാളും ഇവിടെ സേവനമനുഷ്ഠിച്ചല്ലോ, ഇതിൽ നിന്ന് നീ എന്താണ് പഠിച്ചത്? അലി കോളിനോട് ചോദിച്ചു. കോളിന് മറുപടി പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തടവുപുള്ളികളോട് പട്ടാളക്കാർ കാണിക്കുന്ന ക്രൂരതകളും മറ്റും അവൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ആ സമയത്താണ് താൻ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നലി കോളിനോട് പറയുന്നത്. അവൻ സൂക്ഷിച്ച ഖുർആനിനുള്ളിൽ ഒരു ബ്ലേഡ് ഉണ്ടായിരുന്നു. അതെടുത്ത് സ്വയം മരിക്കുവാൻ അലി തയ്യാറെടുത്തു. കോൾ അവനോട് മരിക്കരുത് എന്നാവശ്യപ്പെട്ടു, അപേക്ഷിച്ചു. തയ്യാറെടുത്ത് നിന്ന് അലി കോളിനോട് പറഞ്ഞു, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് കൃത്യമായി ഞാൻ നിരപരാധിയാണെന്ന് അറിയാമായിരുന്നു. കൂട്ടത്തിലെ ഒരു സോൾജർ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതുമാണ്. പക്ഷേ അയാൾ ഒറ്റപ്പെടുത്തപ്പെട്ടു. പിന്നീട്
പിന്നീട് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു പോവാൻ പറ്റില്ലെന്ന്. ഇനി നീ പുറത്തു പോയാലും ഇതുപോലൊരു ജയിലിൽ കഴിഞ്ഞ നിന്നെ ജനങ്ങൾ സ്വീകരിക്കുകയേയില്ലെന്ന്. പിന്നാലെ അലി കോളിനെ താൻ പ്രണയിക്കുന്നുണ്ട് എന്ന സത്യം അവളോട് വെളിപ്പെടുത്തി. അവളെ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും അവൾ പോവുകയാണല്ലോ എന്നും അവൻ വേദനയോടെ പറഞ്ഞു. അലിയോട് കോളിനും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഉപരിയായി അലി ആത്മഹത്യ ചെയ്യരുത് എന്ന് കോളിനുണ്ടായിരുന്നു. അലിയെ സമാധാനിപ്പിക്കാൻ കോൾ ശ്രമിച്ചു. അത്ര നാളായിട്ടും കോളിന്റെ യഥാർത്ഥ പേര് അലിക്ക് അറിയുകയുണ്ടായിരുന്നില്ല. തന്റെ യഥാർത്ഥ ദേശവും യഥാർത്ഥ പേരും കോൾ അലിയോട് പറഞ്ഞു. കൂട്ടത്തിൽ തനിക്ക് അവനെ കാര്യമാണെന്നും അവനെ താൻ സ്നേഹിക്കുന്നുണ്ടെന്നും അറിയിച്ചു. കൂട്ടത്തിൽ താൻ വെറും ഒരു പട്ടാളക്കാരി മാത്രമാണെന്നും അലിയെ പുറത്തിറക്കാനുള്ള പവറൊന്നും തനിക്കില്ലെന്നും അവൾ കൂട്ടിച്ചേർത്തു. അലിയെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് അലിയുടെ കയ്യിൽ നിന്നും അലി സ്വയം കൊല്ലാൻ പോകുന്ന ആ ഉപകരണം വാങ്ങിയെടുക്കലായിരുന്നു അവളുടെ ലക്ഷ്യം. അതിനായി അത്രയും പറഞ്ഞ ശേഷം അലിക്ക് നേരെ അവൾ തന്റെ കൈ നീട്ടി. കുറച്ചുനേരം താൻ അവനെ പ്രണയിക്കുന്നുണ്ട് എന്നലിയെ ബോധ്യപ്പെടുത്താൻ അലിയുടെ കൈ പിടിച്ചു പോലും അവൾക്ക് നിൽക്കേണ്ടി വന്നു. അവൾ ചെയ്ത ആ പ്രവൃത്തികൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ വയലേഷൻ ആയിരുന്നെങ്കിലും അത് മറ്റാരും മറന്നതേയില്ല. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ഗ്വാണ്ടനാമോ വിട്ട് കോളിന് പോവേണ്ടുന്ന ദിവസം. എന്തുകൊണ്ടോ അവിടം വിട്ടിറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സാധനങ്ങൾ പാക്ക് ചെയ്ത് തന്റെ രാജ്യത്തേക്ക് പുറപ്പെടാൻ അവൾ ഇറങ്ങി. അവൾ പോയതിന് പിന്നാലെ പുതിയ സോൾജേഴ്സ് എത്തിച്ചേർന്നിരുന്നു. പുസ്തകവണ്ടിയുമായി ഒരു സോൾജർ അലിയുടെ സെല്ലിന് മുമ്പിലെത്തി. പക്ഷേ ഇത്തവണ ഹാരി പോട്ടർ 7 ആ ബുക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അലി അദ്ദേഹത്തിൽ നിന്ന് അത് വാങ്ങി. ആവേശത്തോടെ അവൻ ആ ബുക്ക് തുറന്നു. അതിന്റെ ആദ്യ പേജിൽ കോളിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവൻ അത് വായിച്ചു. അലിക്ക് വേണ്ടി. ഈ കഥയിൽ വരുന്ന സ്നേപ്പ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യനാണോ എന്നെനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണെന്ന് എനിക്കറിയാം. സ്നേഹത്തോടെ ബ്ലോണ്ടി. ബ്ലോണ്ടി എന്നായിരുന്നു ജയിലിൽ അവൾ വിളിക്കപ്പെട്ടിരുന്നത്. ഇതേ സമയം തിരികെ യാത്രയിലായിരുന്ന കോൾ കണ്ണു നിറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അലിയെ സഹായിക്കാൻ തനിക്കാവില്ല എന്ന പൂർണ്ണബോധ്യം അവളിൽ നിറഞ്ഞിരുന്നു. അലി വരച്ചവൾക്ക് സമ്മാനിച്ച ഒരു ഡ്രോയിങ് എടുത്ത് അവൾ നോക്കിക്കൊണ്ടിരുന്നു. ഇനി ചിലപ്പോൾ ഒരിക്കലും അവർ കണ്ടെന്നു വരില്ല. പുതിയ ജീവിതത്തിലേക്ക്, പുതിയ മിഷനിലേക്ക് എമീക്കോൾ തന്റെ യാത്ര തുടർന്നു. ഇതേ സമയം മറുവശത്ത് അലിയാകട്ടെ ജയിലിലെ പീഡനങ്ങളേറ്റ് കഴിഞ്ഞുകൊണ്ടിരുന്നു. എവിടെയോ ഒരു സ്ത്രീ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയോടെ. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.